പറയാൻ പോകുന്നത് സൂത്രന്റെയും ഷേരുവിന്റെയും കഥയാണ്. ഒരു ദിവസം ഷേരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു നാളായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. ഇവിടെ നിന്നിരുന്ന ഈ മരമൊക്കെ മുറിച്ചു കളഞ്ഞല്ലോ. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ പടർന്നു പന്തലിച്ചു നിന്നിരുന്ന നല്ലൊരു മരമായിരുന്നു. ആരാണോ ഈ പണി ചെയ്തത്? അതിന് സൂത്രനെ കാണാൻ വരുമ്പോൾ മാത്രമല്ലേ ഈ വഴിക്ക് വരാറുള്ളൂ. കുറേ ദൂരമായല്ലോ ഞാൻ ഈ നടപ്പ് തുടങ്ങിയിട്ട്. എന്നാലും ഈ സൂത്രൻ ഇവിടെ പോയി കിടക്കുക. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. എവിടെയെങ്കിലും കിടന്ന് നടക്കുന്നുണ്ടാവും. ഇതും പറഞ്ഞ് ഷേരു കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നു. ആ സമയമാണ് ഷേരു ദൂരെ നിന്നും ഒരു ബൈക്ക് പോഞ്ഞു വരുന്നത് കണ്ടത്. ആരാണോ ഈ ബൈക്കിൽ വരുന്നത്? അതേസമയം ബൈക്ക് ഷേരുവിന്റെ അടുത്തെത്തി. ആഹാ, ഇത് നമ്മുടെ സൂത്രനാണല്ലോ. എന്ത് പറ്റി സൂത്ര ബൈക്കിലൊക്കെ? ഇത് കൊള്ളാമല്ല സൂത്ര, എവിടെ നൊപ്പിച്ചു? ഇതും വെച്ച് എന്താ നിന്റെ പരിപാടി? അതൊക്കെ ഞാൻ പറയാം ഷേരു, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പട്ടണത്തിൽ പോയിരുന്നില്ലേ, ആ സമയമാണ് ഒരു ഐസ്ക്രീം കട കണ്ടത്. എത്ര ആളുകളെ വന്ന് ഐസ്ക്രീം മേടിക്കുന്നതെന്നറിയൂ. ആ സമയം ഉദിച്ച ബുദ്ധിയാ, നമുക്കും ഒരു ഐസ്ക്രീം കട തുടങ്ങാം, നല്ല പൈസയും ഉണ്ടാക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആ സമയം ഷേരു, നീ തുടങ്ങ സൂത്ര. ഇതും പറഞ്ഞ സൂത്രനാണെങ്കിൽ കാട്ടിലൊരു ഭാഗത്ത് ഐസ്ക്രീം കടയും ഇട്ടു. ആ സമയമാണ് അതിലെ ഷേരുവിന്റെ വരവ്. ആ ഷേരുവാണല്ലോ ആ വരുന്നത്. ആ കൊള്ളാമല്ലോ സൂത്ര, പറഞ്ഞതുപോലെ തന്നെ നീ പെട്ടെന്ന് തന്നെ അത് ചെയ്തല്ലോ. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. അടുത്തതെന്താ സൂത്ര പരിപാടി? അത് ഷേരു, നീ പോയി കാട്ടിലൊക്കെ ഒന്ന് അറിയിക്കേ, എല്ലാവരും അറിയട്ടേന്നേ നമ്മൾ ഐസ്ക്രീം കടയിട്ട കാര്യം. കച്ചവടം എങ്ങനെയെങ്കിലും നടത്തണം. പിന്നെ ആ കുരങ്ങനാശ്ശേരിയുടെ അടുത്ത് ചെന്ന് ഞാൻ 4-5 കസേര പണിതാൻ പറഞ്ഞിരുന്നു. അത് വരുമ്പോൾ എടുത്തിട്ട് വാ. പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായി, പൈസ 50-50. നീ മൃഗങ്ങളെയൊക്കെ പെട്ടെന്ന് അറിയിക്കി, വേഗം ചെല്ല്. ഞാൻ നിനക്കൊരു സൈക്കിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വരുമ്പോൾ എടുത്തോ. ഓ, ഈ മണ്ടനെ ഇതിനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താകുമോ എന്തോ, കഷ്ടപ്പെട്ട് പൈസ ഇറക്കിയതാ, നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. സൂത്രൻ കച്ചവടം എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ആ കസേര വന്നല്ലോ, കൊള്ളാം കൊള്ളാം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു. ഇതിൽ നിന്നും കുറെ പൈസ കിട്ടിയിട്ട് വേണം രാജാവിനെ പോലെ കാട്ടിൽ വിലസാൻ. അടുത്ത കാട്ടിലെ രാജാവ് സൂത്രൻ. ആ, എന്ത് രസമായിരിക്കും. ആ, വരുന്നുണ്ടല്ലോ ഷേരു. എന്റെ ഷേരു, നീ ഒന്ന് ആഞ്ഞു നടക്ക്. നീ ഇങ്ങനെ നടന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. വേഗം വാ, ഇത്തിരി കൂടെ ഉഷാറായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. എനർജി ഇങ്ങ് പോരട്ടേന്നേ. ദാ, നിനക്കൊരു ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നീ പറ. ഷേരു കാട്ടിലെ മൃഗങ്ങളെ അറിയിക്കാൻ സൈക്കിളും എടുത്തിറങ്ങി. നല്ല സൈക്കിൾ. ആ, ഇത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. എന്നാലും നമ്മുടെ സൂത്രനാൾ കൊള്ളാമല്ലോ. പരിപാടിയൊക്കെ അടിപൊളിയായാൽ മതിയായിരുന്നു. അതേസമയം ഐസ്ക്രീം കഴിക്കാനായി ഡിങ്കു പശു വന്നു. ഇതാരാ ഡിങ്കു പശുവോ? നീയും കഴിക്കുക ഐസ്ക്രീം. ഇന്ന് എല്ലാവർക്കും ഈ സൂത്രന്റെ വക ഐസ്ക്രീം ഫ്രീയാ. കാശൊന്നും തരണ്ട, പക്ഷെ നാളെ മുതൽ പൈസ തരണം കേട്ടോ. ഡിങ്കു പശുവാണെങ്കിൽ ആർത്തിയോട് ഐസ്ക്രീം തിന്നാൻ തുടങ്ങി. ആഹാ, നീ ഈ ഐസ്ക്രീം മുഴുവൻ കഴിച്ചു തീർത്തല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും ഐസ്ക്രീമിന്റെ കാര്യം ചെന്ന് പറ. എന്നിട്ട് എല്ലാ മൃഗങ്ങളെയും കൂട്ടി സൂത്രന്റെ ഈ കടയിലേക്ക് ഐസ്ക്രീം കഴിക്കാൻ വാ. സൂത്രനോട് ശരിയെന്നും പറഞ്ഞ് ഡിങ്കു പശു അവിടെ നിന്നും പോയി. ആ സമയം സൂത്രൻ, ഹാവൂ, ഓരോരുത്തരായി വരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ദിവസമല്ലേ, ഇത്രയൊക്കെ കച്ചവടമേ കാണൂ. അയ്യോ, കടിയൻ സിംഹമാണല്ലോ വരുന്നത്. പണി പാളിയെന്നാ തോന്നുന്നത്. ആ സമയം സിംഹം, എന്താടാ കുറുക്ക, നീ പുതിയ കട തുടങ്ങിയിട്ട് നമ്മളെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് പിന്നെ രാജൻ, ഞങ്ങൾ കട തുടങ്ങിയതേയുള്ളൂ, അങ്ങേ വന്ന് കാണാനിരിക്കുകയായിരുന്നു. അത് കേട്ടതും സിംഹം, എന്തായാലും നീ ഒരു ഐസ്ക്രീം ഇങ്ങെടുക്ക്, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ആ സമയം സൂത്രൻ, അയ്യോ, ഐസ്ക്രീമോ? രാജാവിന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി അങ്ങ് കൊടുത്തു വിട്ടേക്കാം. ഗുഹയിലേക്ക് പൊക്കോളൂ, ഞാനങ്ങ് എത്തിച്ചേക്കാം. നമ്മുടെ ശരി സൈക്കിളും കൊണ്ടുതരും. ആ സമയം കടിയൻ സിംഹം, ആ ശരി ശരി, വേഗം വേണം, കുറെ നാളായി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട്. ആ ശരി രാജൻ, ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇതും പറഞ്ഞ് സൂത്രൻ ചിന്തിച്ചു. ഈ മരക്കഴുത ഷേരു ഇത് എവിടെ പോയി കിടക്കുക? കുറെ നേരമായല്ലോ. രാജാവിനായതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു ഐസ്ക്രീം തന്നെ ഉണ്ടാക്കിയേക്കാം. വലിയൊരു ഐസ്ക്രീം. ഹാ ഹാ ഹാ, രാജാവിനെ അങ്ങനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാം. ആ, തീ വരുന്നുണ്ട്. ഒന്ന് വേഗം അനങ്ങിങ്ങ് വായു ഷേരു. നീ എന്താണ് ഇത്ര പതുക്കെ വരുന്നത്? വേഗമാകട്ടെ. നീ അറിഞ്ഞോ, ആ കടിയൻ സിംഹം വന്നിട്ടുണ്ടായിരുന്നു. നീ കട തുടങ്ങിയത് സിംഹത്തെ അറിയിച്ചില്ലേ? അറിഞ്ഞില്ല എന്നും പറഞ്ഞ് കടിയൻ സിംഹം ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമുണ്ടാക്കുകയായിരുന്നു. ഒടുവിൽ ഞാനൊരു സ്പെഷ്യലായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ സിംഹത്തെ വിട്ടത്. നീ ഒരു കാര്യം ചെയ്, നീ ഐസ്ക്രീം കൊണ്ട് കൊടുക്ക്. എന്നാൽ ഇത്രയും വലിയ ഐസ്ക്രീം കണ്ട ഷേരു ആകട്ടെ, അയ്യോ, ഇത് ഭയങ്കര വലുതാണല്ലോ,
ഇത് സൈക്കിളിൽ വെച്ച് കെട്ടാനും കൂടെ പറ്റില്ലല്ലോ, ഭയങ്കര ഭാരമാണല്ലോ ഇതിന്. ആ സമയം സൂത്രൻ, എൻ്റെ ഷേരു, നീ അതൊന്നും നോക്കണ്ട, നീ അത് സൂക്ഷിച്ചു കൊണ്ടുപോയി കൊടുക്ക്. ആ കടിയസിംഹം അവിടെ നോക്കിയിരിക്കുന്നുണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് വേറെയും മൃഗങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനുള്ളതാ. ഇത് കേട്ടതും ഷേരു ഐസ്ക്രീമും കൊണ്ട് യാത്രയായി. ആ സമയം സൂത്രൻ, ആ ഷേരു ആ വലിയ ഐസ്ക്രീമും കൊണ്ട് പോയിട്ടുണ്ട്. അത് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഈ കടിയൻ സിംഹത്തിന് ഐസ്ക്രീം കഴിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഈ വയസ്സാങ്കാലത്ത് സിംഹത്തിന്റെ ഓരോ ആഗ്രഹങ്ങളെ. വലിയൊരു ഐസ്ക്രീമാണ് പോയത്. അതുണ്ടായിരുന്നേൽ 10 പേർക്ക് കഴിക്കാമായിരുന്നു. കടിയൻ സിംഹത്തിൽ പിണക്കിയാൽ ഈ കട നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാ സാരമില്ല എന്ന് വെച്ചത്. ഇത്രയും വലിയ ഐസ്ക്രീം കിട്ടിയിട്ട് അതിന്റെ നന്ദി വല്ലതും ഉണ്ടാകുമോ ആവോ? എന്തേലും ആകട്ടെ. അതേസമയം കടിയൻ സിംഹം, ഇവന്മാരൊരു ഐസ്ക്രീമും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ. കളിയാക്കിയതാണോ ഇനി? അവന്മാർക്കല്ലെങ്കിലും ആളുകളെ കുറിച്ച് കളിയാക്കുന്നത് കൂടുതലാ. കാണുന്നുമില്ലല്ലോ ഇവരെ. ഐസ്ക്രീം കഴിക്കാമെന്ന് കൊതിച്ചും പോയി. എന്നെ പറ്റിച്ചാൽ അവരുടെ ഐസ്ക്രീം കട ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും അവന്മാരെ ഇവിടെ ഇരിക്കുന്നത് ബുദ്ധിയല്ല, ശരിയാക്കി കൊടുക്കാമല്ലാത്തിന്. അതേസമയം ഐസ്ക്രീമും കൊണ്ട് ഷേരു സൈക്കിളിൽ വരികയായിരുന്നു. ഓ, എന്തൊരു ഭാരമായി ഈ ഐസ്ക്രീമിന്. അയ്യോ, ബാലൻസ് തെറ്റുന്നുണ്ടല്ലോ. ഈ ഐസ്ക്രീം കാരണം മുന്നിലുള്ളതൊന്നും കാണാനും പറ്റുന്നില്ല ശരിക്കും. ഈ സൂത്രന്റെ ഇത്രയും വലിയൊരു ഐസ്ക്രീം. ഹോ, ഈ പുഴയുടെ അവിടെയുള്ള വഴി വളരെ ചെറുതാണല്ലോ. അയ്യോ, ചെറുതായിട്ടൊന്ന് ബാലൻസ് തെറ്റുന്നുണ്ടല്ലോ. അയ്യോ, ബാലൻസ് തെറ്റുന്നേ. അതും പറഞ്ഞ് ഷേരുവും സൈക്കിളും ഐസ്ക്രീമും കൂടെ പുഴയിലേക്ക് മറിഞ്ഞു വീണു. ഷേരു പുഴയിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ സൂത്ര, രക്ഷിക്കണേ. ഈ ഷേരു ഐസ്ക്രീമും കൊണ്ട് പോയിട്ട് കുറെ നേരമായല്ലോ. ഇനി അവൻ ആ കടിയം സിംഹത്തിന് ഐസ്ക്രീം കൊണ്ട് കൊടുത്തില്ലേ? അയാൾ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അയാൾ എൻ്റെ കഥ കഴിച്ചത് തന്നെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാ. ദാ വരുന്നുണ്ടല്ലോ. എവിടെയായിരുന്നു ഇവൻ ഇത്ര നേരം? നിന്റെ സൈക്കിൾ എവിടെ പോയി ഷേരു? സൈക്കിൾ വല്ലോടത്തും കൊണ്ട് വെച്ചിട്ട് വരുവാണെന്ന് തോന്നുന്നല്ലോ. ആകെ നനഞ്ഞിട്ടുമുണ്ടല്ലോ നീ. എന്താണ് ഷേരു, നീ ഐസ്ക്രീം സിംഹത്തിന് കൊടുത്തില്ലേ? പിന്നെ ഈ സൈക്കിളും എവിടെ പോയി? ആ സമയം ഷേരു, ഒന്നും പറയണ്ട സൂത്ര, സൈക്കിളിന്റെ ബാലൻസ് ഒന്ന് ചെറുതായി തെറ്റി. ഞാനും സൈക്കിളും കൂടെ പുഴയിലേക്ക് ചെറുതായി ഒന്ന് വീണു. ഐസ്ക്രീം ആണെങ്കിൽ പുഴയിലും ഒലിച്ചുപോയി. ആ സമയം സൂത്രൻ, നീ എന്തായി പറയുന്നത്? നിന്നോട് സൂക്ഷിച്ചു പോകാൻ പറഞ്ഞതല്ലേ. ഇനി ആ കടിയൻ സിംഹത്തിനോട് ഞാൻ എന്ത് പറയും? ആ സൈക്കിളാണെങ്കിൽ ഞാൻ ആ കരയുടെ വാടകയ്ക്ക് മേടിച്ചതാ. അതിന് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? നിന്നെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഇങ്ങനെയാകുള്ളൂ എന്ന്. ആ കടിയനെങ്ങാനും വന്നാൽ കഥ തീർന്നത് തന്നെ. അയ്യോ, ദാ കടിയൻ സിംഹം വരുന്നു. അയ്യോ, ഇനി നമ്മളുടെ കഥ തീർന്നത് തന്നെ. ആ സമയം കടിയൻ സിംഹം, എവിടെയുടെ ഐസ്ക്രീം? മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾക്ക് ഗുഹയിൽ ഐസ്ക്രീം കൊണ്ട് തന്നേ പറ്റൂ. എന്നിട്ടിപ്പോൾ ഐസ്ക്രീം അവിടെ? എനിക്ക് ഐസ്ക്രീം കിട്ടിയേ തീരൂ. നിങ്ങളെന്നെ കളിയാക്കുകയാണോ? ഇനി കടയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഐസ്ക്രീം വിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇതും പറഞ്ഞ് കടിയം സിംഹം ആ ഐസ്ക്രീം കട മുഴുവനായിട്ട് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. ആ സമയം സൂത്രൻ, അയ്യോ, നമ്മുടെ കടയെല്ലാം ആ കടിയം സിംഹം നശിപ്പിച്ചല്ലോ. നിന്നെ ഈ പരിപാടിക്ക് കൂട്ടിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് തീർന്നെന്ന്. എൻ്റെ കട പോയേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.